പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ അത് ഉയർന്ന ഗ്രേഡിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ മാത്രം നിർവഹിക്കേണ്ടുന്ന ഒരു കടമയാണ്. നമ്മൾ ആരും ദഅവത്ത് നടത്താൻ പാടില്ല, നമ്മൾ ആരും അതിന് അർഹരല്ല എന്ന നിലക്കാണ് അവരുടെ ഒന്നാമത്തെ പ്രചരണം. സഹോദരന്മാരെ, ഒന്ന് ആലോചിക്കും. നമ്മുടെ ഈ കേരളക്കരയിൽ ബിദ്അത്തുകളും ശിർക്കുകളും അന്ധവിശ്വാസങ്ങളും അതിങ്ങനെ കൊടികുത്തി വാഴുമ്പോ നമ്മൾ ആരും ഇൽമുള്ളവരല്ല, നമ്മൾ ആരും പഠിച്ചവരല്ല. അതുകൊണ്ട് എല്ലാം തികഞ്ഞ ആളുകളെ ദഅവത്ത് നടത്താവൂ എന്ന ഒരു ചിന്താഗതി കേരളക്കരയിൽ നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും കേരളത്തിന്റെ അവസ്ഥ? പണ്ടൊരു സുന്നി സഹോദരൻ തന്നെ പറയണ്ടായി, മുജാഹിദുകൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കല്ലുകൾ പോലും ആരാധിക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. അല്ലേ? ശരിയല്ലേ? അത് ഒരു മുടി കൊണ്ടുവന്ന ആ മുടി മുക്കിയ വെള്ളം വാങ്ങി കുടിക്കുന്ന മനുഷ്യന്മാര്, പിന്നെ വേറെ എവിടുന്നോ മണ്ണുപൊടി കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മുകളിലെ പൊടിയാണെന്ന് വിശ്വസിച്ച് അത് കുടിക്കുന്ന മനുഷ്യന്മാര്. ഇവിടെ ഇപ്പൊ എന്തൊക്കെ വിവാദങ്ങൾ നടക്കുന്നു മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നിട്ടും പുതിയ ഫ്ലക്സ് ഇറങ്ങി, തിരുകേശ പ്രദർശനം ജനുവരി 6 കാരന്തൂർ മർക്കസിൽ. അങ്ങനത്തെ മനുഷ്യന്മാരാണ് ഈ നാട്ടിലുള്ളത്. നമ്മൾ പറയാ നമ്മൾ ദഅവത്ത് നടത്തണ്ട, നമ്മൾ അത്തിക്കാട്ട് പോയി ഇങ്ങനെ ഇരിക്കുക, നമ്മളൊരു കിതാബ് എടുക്കുക, ആ കിതാബ് ഇങ്ങനെ വായിക്കുക, ഞാൻ ഇങ്ങനെ വായിച്ചു തരും, നിങ്ങൾ ഇങ്ങനെ കേട്ടോളുക, വേറെ ആര് പറഞ്ഞാലും കേൾക്കരുത്, വേറെ ആര് വായിച്ചാലും കേൾക്കരുത്, അവർക്കൊന്നും ഇൽമില്ല, നിങ്ങൾ പോയിട്ട് ദഅവത്ത് നടത്തണം. എന്താ ദഅവത്ത്? ദഅവത്ത് നടത്താൻ പാടില്ല എന്നുള്ള ദഅവത്ത്, അതാ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ദഅവത്ത് മുടക്കികളായി നടക്കുക. സഹോദരന്മാരെ, ഒരു നല്ല മനസ്സോട് കൂടി പറയാ, നമ്മളൊക്കെ എപ്പോഴും നന്മ കൽപ്പിക്കേണ്ടവരാണ്. അവരുടെ അഭിപ്രായം അല്ല പറയുന്നത്, ഇസ്ലാം ദീനിന്റെ അഭിപ്രായം പറയാം. നമ്മൾ എപ്പോഴും ഒരു സഹോദരൻ ഒരു തിന്മ ചെയ്യുന്നത് കണ്ട നമ്മളത് പറയണം, അത് തെറ്റാണ്. അതും ഞാൻ വലിയ ആലിമാകട്ടെ, ഞാൻ വലിയ മുതവല്ലി ആകട്ടെ, ഞാൻ മുതബഹിറാകട്ടെ എന്ന് പറഞ്ഞ മുതവല്ലി എന്ന് പറഞ്ഞാൽ പിന്നെ കുടിച്ച് ദാഹം തീർത്തവൻ, ഇൽമ അങ്ങോട്ട് കുടിച്ച് ദാഹം തീർത്തവൻ, അങ്ങനെ ആയോനെ ഇൽമ നടത്താവൂ, അത് പ്രചരിപ്പിക്കാവൂ എന്നൊരു വിശ്വാസമൊന്നും ഇസ്ലാം ദീനിലില്ല. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉടനെ പറഞ്ഞയച്ചു മദീനത്തേക്ക്, അവിടെ പോയി ദഅവത്ത് നടത്തിക്കോ. 2 കൊല്ലം ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ട് 2 കൊല്ലം ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് അവിടെ ദഅവത്ത് നടത്തിയ റിപ്പോർട്ട് 2 കൊല്ലം ശേഷം മക്കയിൽ വന്ന് പ്രവാചകന് മുമ്പിൽ സമർപ്പിക്കണ്ടായി. പ്രവാചകന്റെ ഹിജ്റക്ക് കളമൊരുക്കിയ ഒന്നാമത്തെ ഘട്ടം മിസ്അബിന്റെ മദീനയിലെ പ്രബോധനമായിരുന്നു. എല്ലാം പഠിച്ചിട്ടാ പോയത് അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയപ്പോൾ അതിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞയച്ചു. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ വന്നു, ഇസ്ലാം സ്വീകരിച്ചു. നേരെ പോയി മക്കയിലൊരു പാറപ്പുറത്ത് കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. എന്താണ്ടായത്? ഏറ് കിട്ടി, അടി കിട്ടി, അവിടെ ബോധം കെട്ടു വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ സഹായിച്ചത്. ചരിത്രം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം തികഞ്ഞിട്ടേ ദഅവത്ത് നടത്താവൂ എന്ന ഒരു തത്വം ഇസ്ലാമിലില്ല. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കാം, കഴിയുന്നിടത്തോളം ഞാനത് ശ്രദ്ധിക്കാനും ഞാനത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കാം. ഇനി എല്ലാം അറിഞ്ഞ ഒരാളെ ദഅവത്ത് നടത്താവൂ, പ്രബോധനം നടത്താവൂ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ദഅവത്ത് നടക്കുവോ? അതിന് സുബൈർ മൗലവിക്ക് കഴിയോ? ഇല്ല, ഒരാൾക്കും കഴിയില്ല. ഇനി ഇവരുടെ കൂടെ ദഅവത്ത് കൊണ്ട് നടക്കുന്ന ആളുകൾ ആരാ? ഒരു ഇബാറത്ത് കൊടുത്ത് അതും തെറ്റാതെ വായിക്കൂ എന്ന് പറയാൽ വായിക്കാൻ പോലും കഴിയാത്ത, അല്പം ക്ഷമിച്ചിരുന്നു കൊണ്ട് 5 കൊല്ലം അറബി കോളേജിൽ നിന്ന് പഠിക്ക് എന്ന് പറഞ്ഞാൽ അതിന് പോലും കഴിയാത്ത, അവിടെയുള്ളവരോടൊക്കെ കശപിശ ഉണ്ടാക്കി ഇറങ്ങിപ്പോയ ആളുകൾ, അവരാണ് ഇപ്പൊ ഇതുമായി നടക്കുന്നത് വലിയ ആലിമീങ്ങളായിട്ട്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ടത് ഒരു സഹോദരനെ നന്മയിലേക്ക് ക്ഷണിക്കുക, അതന്നെ ദഅവത്ത്. അത് അമുസ്ലിങ്ങളോടാകാം, മുസ്ലിം സഹോദരന്മാരോടാകാം. മൻ ദആ ഇലാ ഹുദൻ ഫലഹു അജ്റുൻ വഅജ്റു മൻ അമില ബിഹി. ഒരാൾ ഒരു ഹിദായത്തിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണിച്ചവൻ അവന്റെ പ്രതിഫലമുണ്ട്, അത് പ്രവർത്തിച്ചവന്റെ പ്രതിഫലം അവന് കിട്ടും. ലാ യഹ്ദിയ ബികല്ലാഹു റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം. അലി റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞതാ, നീ മുഖേന ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത്, ഒരാൾ ഹിദായത്തിലാകുന്നത് നിനക്ക് ചുവന്ന ഒട്ടകക്കൂട്ടങ്ങളെക്കാൾ നല്ലതാണ്. മൻ റആ മിൻകും മുൻകറൻ, ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, നീ കൈകൊണ്ട് തടയണം, കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട്, കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട്. അതിന് അത്തിക്കാട്ട് പോയിട്ട് ഇരിക്കൊന്നും വേണ്ട. തിരുവനന്തപുരത്ത് നിന്ന് അത്തിക്കാട്ടുക്ക് ഒരു ക്ലാസ് കേൾക്കാൻ, ജുമുഅയിൽ പങ്കെടുക്കാൻ, കൊച്ചിയിൽ നിന്ന് അത്തിക്കാട്ടുക്ക്, അല്ലെങ്കിൽ മദീന പള്ളി എറണാകുളത്തേക്ക്, വേറെ എവിടെയും പോകാൻ പാടില്ല. അവിടൊക്കെ പഴച്ചവരാ, അവിടൊക്കെ മനഹജിന് എതിരുള്ള ആളുകളാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ നിനക്ക് ദഅവത്തിന് വിഘാതമാകുന്ന, ദഅവത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു പ്രവർത്തനമാണ് ഈ സഹോദരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് ജനങ്ങളോട് തുറന്നു പറയേണ്ടി വരുന്നത്. പിന്നെ ഇൽമ് നമുക്ക് നേടണമെങ്കിൽ തസ്കിയ വേണം, ഇജാസത്ത് വേണം എന്നൊക്കെയാണ് ചില അറബി